ഗുഡ് മോർണിംഗ് മമ്മിക്കുട്ടി. ഹാ, നീ എണീറ്റോ? ഞാനിപ്പോൾ അങ്ങോട്ട് ആലോചിച്ചതേ ഉള്ളൂ, സമയം 6:30 കഴിഞ്ഞിട്ടും ഇന്നെൻ്റെ മോളെ എന്താ പുറത്തേക്ക് കാണാത്തതെന്ന്. ഇന്നലെ ഓഫീസിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു മമ്മി. അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ടൈമായി. ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ നീ കിടക്കാൻ നല്ലോണം വൈകി അല്ലേ? എത്ര പറഞ്ഞാലും നീ ഇത് കേൾക്കില്ല. ഓ മമ്മി പ്ലീസ്, രാവിലെ തന്നെ തുടങ്ങല്ലേ. അല്ല പറ, എന്താ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? നിനക്കിഷ്ടമുള്ള പുട്ടും കടലക്കറിയും. ഓ മൈ ഗോഡ്, മൈ ഫേവറേറ്റ്. താങ്ക് യു സോ മച്ച് ഡിയർ. എൻ്റെ മോൾക്ക് ഇന്ന് ഓഫീസിൽ ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ടല്ലേ. പോവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോള് പോവേണ്ടടാ. അച്ഛൻ പോയി അറ്റൻഡ് ചെയ്തോളാം അത്. നോ അച്ഛാ പ്ലീസ്, എനിക്ക് ആ ഫാമിലിയോട് യാതൊരുവിധ ഗ്രാഹ്യവും ഇല്ല. ബിസിനസ് വേറെ, പേഴ്സണൽ ലൈഫ് വേറെ. ഐ നോ ഹൗ ടു ഡിഫറൻഷിയേറ്റ് ഇറ്റ്. എനിക്ക് ആ ഒരൊറ്റ മനുഷ്യനോട്, ആ വൃത്തികെട്ട മനുഷ്യനോട് മാത്രമേ വെറുപ്പുള്ളൂ. ആ മുഖം കാണുമ്പോൾ തന്നെ ഐ ഫീൽ സോ ഡിസ്കസ്റ്റഡ്. ബട്ട് ഡോണ്ട് വറി, എൻ്റെ പ്രൊഫഷണലിസത്തെ അതൊന്നും ബാധിക്കില്ല. ഐ ക്യാൻ മാനേജ് ഇറ്റ് വെരി വെൽ. എൻ്റെ മോൾ അതോർത്ത് വിഷമിക്കേണ്ട, എല്ലാം പതുക്കെ ശരിയായിക്കോളും. വേണ്ടച്ചാ, ഒന്നും ശരിയാവണ്ട. എനിക്കിപ്പോഴത്തെ ഈ ലൈഫിൽ യാതൊരു വിഷമവുമില്ല. ഇനി തിരിച്ച് ഞാൻ ആ വീട്ടിലേക്ക് തന്നെ പോയാൽ വീണ്ടും നോ, എനിക്ക് ആ പഴയ നരകത്തിലേക്ക് ഇനി തിരിച്ചു പോകാൻ വയ്യ. പിന്നെ ഇപ്പോഴത്തെ ഡിവോഴ്സിന്റെ തീരുമാനം അതെനിക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഫൈനൽ. ശരി ശരി, അതിനെക്കുറിച്ചൊന്നും എൻ്റെ മോളിപ്പോൾ ആലോചിക്കുകയേ വേണ്ട. നിനക്ക് നിൻ്റെ ഈ അച്ഛനും അമ്മയും കൂടെയുണ്ട്. എന്ത് പ്രശ്നം വന്നാലും വാട്ട് എവർ ഹാപ്പൻസ്, ഞങ്ങൾ ഉണ്ടാകും നിന്റെ കൂടെ. മതി മതി, അച്ഛൻ്റെയും മകളുടെ സ്നേഹപ്രകടനമൊക്കെ. രണ്ടാളും വേഗം വന്ന് കഴിക്കാൻ നോക്ക്. തണുത്തു പോയാൽ പുട്ടിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. നിനക്ക് എന്താടി എന്നോട് അസൂയ തോന്നുന്നുണ്ടോ? നിന്നേക്കാളും കൂടുതൽ അവൾക്ക് സ്നേഹം ഈ അച്ഛനോടാണെന്ന് അറിയുമ്പോൾ ഉള്ള കുശുമ്പല്ലേടി ഇത്. അയ്യടാ, അസൂയപ്പെടാൻ പറ്റിയ ഒരു സാധനം. ഇവിടെ ഇരുന്ന് കൂടുതൽ വാചകം അടിക്കാതെ രണ്ടുപേരും വന്ന് കഴിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനിതെടുത്ത് മാറ്റിവെക്കും, പറഞ്ഞേക്കാം. ഗൗതം, നീ എന്താടാ ഇങ്ങനെ? ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു മല പോലെ ഇരുന്നിട്ട് ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നു. ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും പറഞ്ഞാൽ എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോകുവോ? നീ എന്നും ഇവിടെ തന്നെ ഉള്ളതല്ലേ, പിന്നെ ഞാൻ എന്തിനാ ആദ്യമായിട്ട് കാണുന്നത് പോലെ വന്ന് ഗുഡ് മോർണിംഗ് പറയേണ്ട ആവശ്യം? അതിന്റെ ഒന്നും യാതൊരു കാര്യവും ഇല്ല. ശരി ശരി, എനിക്ക് നിന്റെ ഗുഡ് മോർണിംഗ് ഒന്നും വേണ്ട. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ജസ്റ്റ് ലിസൺ. എന്താണെങ്കിലും വേഗം പറ, എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. ഇന്ന് നമുക്ക് PK ഗ്രൂപ്പ്സുമായിട്ടൊരു മീറ്റിംഗ് ഉള്ളതല്ലേ. എനിക്കും അച്ഛനും പെട്ടെന്ന് വേറെ ഒരു അർജന്റ് വർക്ക് വന്നു. അതുകൊണ്ട് ഇന്നതിന് പോകാൻ പറ്റില്ല. നീ വേണം ഇന്ന് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. പ്ലീസ്, ഇത് നീ തന്നെ ഒന്ന് മാനേജ് ചെയ്യണം. വാട്ട്? ഇല്ലടാ, അതിന് ഞാൻ പോവില്ല. ഏട്ടൻ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നേ? എന്നെ വേണ്ടാന്ന് പറഞ്ഞിറങ്ങിപ്പോയ പെണ്ണിന്റെ മുന്നിലേക്ക് ഇനിയും ഞാൻ പോകണമെന്നോ? നോ വേ, എനിക്ക് പറ്റില്ല. ഡാ, അതിന് നീ അവളെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ബിസിനസ് വേറെയാണ് ഗൗതം. വി ഹാവ് ടു തിങ്ക് പ്രാക്ടിക്കലി. നമ്മുടെ കമ്പനിക്ക് ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിനക്കറിയാലോ. ഒരു കാരണവശാലും ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ല.
എന്തോ ഒരു ഭാഗ്യത്തിനാണ് അവൾ പേഴ്സണൽ ഇഷ്യൂ ഒന്നും നോക്കാതെ ഈ പ്രൊജക്റ്റ് ഇപ്പോഴും ക്യാൻസൽ ചെയ്യാത്തത്. അത് നമ്മളായിട്ട് ഇനി വഷളാക്കരുത് പ്ലീസ്. പക്ഷെ ഞാൻ എങ്ങനെ അവളുടെ മുന്നിൽ? നീ ഇന്ന് ആ മീറ്റിങ്ങിന് പോകും, അതിന് യാതൊരു മാറ്റവും ഇല്ല. നിനക്ക് എന്താടാ, കുറെ ദിവസങ്ങളായല്ലോ നീ ഈ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒന്നെങ്കിൽ വീട്, അല്ലെങ്കിൽ നിന്റെ ആ നശിച്ച ഫ്രണ്ട്സ്. അതല്ലാതെ വല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടോ നിനക്ക്? ഓഫീസിലെ കാര്യങ്ങളൊക്കെ മുഴുവൻ ദേവ് ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് നീ വല്ലപ്പോഴും അറിയുന്നുണ്ടോ? അതുകൊണ്ട് ഈ മീറ്റിങ്ങിന് നീ തന്നെ പോകും. ഇത് ഞാൻ പറയുന്ന ലാസ്റ്റ് വേടാ. അച്ഛാ, എനിക്ക് ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്നതിനോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിനോ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അവിടെ അവൾ ഉണ്ടാവില്ലേ? അവൾ അവിടെ ഉണ്ടായാൽ എന്താടാ, നിന്നെ പിടിച്ച് തിന്നുവോ? ഗൗതം, അവൾ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ കാരണം അവളല്ല, നിന്റെ ഈ സ്വഭാവമാ. അവൾ ഡിവോഴ്സ് വേണമെന്ന് പറയാൻ കാരണം നീ ഉണ്ടാക്കി വെച്ച ആ വൃത്തികെട്ട പ്രശ്നമാ. അതുകൊണ്ട് നീ തന്നെ അവളുടെ മുന്നിൽ പോയി സംസാരിക്കണം. ബിസിനസ്സിൽ നിങ്ങളുടെ ഈ പേഴ്സണൽ ഈഗോ കൊണ്ടുവരരുത്, കേട്ടല്ലോ? ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിലാച്ചാ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ട് അച്ഛൻ ഇപ്പോഴും അവളെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നെ മടുത്തത് കൊണ്ട് മാത്രം അവൾ ഉണ്ടാക്കി പറഞ്ഞ ഓരോ കള്ളക്കഥകളായിരുന്നു അത്. കുറെ കാലം കൂടെ നടന്ന് ഒടുവിൽ എന്നെ അങ്ങ് മടുത്തപ്പോ എന്റെ തലയിൽ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കി വെച്ച് എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്ത് തിരിഞ്ഞു പോയവളാണ്. ഗൗതം, നീ അതൊക്കെ ഇപ്പൊ വിട്. ഇതിൽ നീ വെറുതെ പേഴ്സണൽ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടിക്കുഴയ്ക്കരുത്. നമ്മുടെ കമ്പനിക്ക് ഈ പ്രൊജക്ട് എത്രത്തോളം ബിഗ് ആണെന്ന് നിനക്കറിയാമല്ലോ. വി കാണ്ട് അഫോർഡ് ടു ലോസ് ദിസ്. അതുകൊണ്ട് ഇത് നീ തന്നെ കൈകാര്യം ചെയ്യണം പ്ലീസ്. ഇത് നീയായിട്ട് നഷ്ടപ്പെടുത്തരുത്. ശരി, ഞാൻ ഇന്ന് പോകാം. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ബിസിനസിന്റെ മറവിൽ ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഈ ജന്മത്തത് നടക്കില്ല. ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ സാറിന്റെ വലിയൊരു ഫാനാണ്. കെ ഗ്രൂപ്പ്സിന്റെ ബിസിനസ് അപ്ഡേറ്റ്സും വീഡിയോസും ഞാൻ സ്ഥിരമായി ഫോളോ ചെയ്യാറുണ്ട്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യുവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് വർക്ക് സാർ. ഓ, താങ്ക് യു. പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞു. സാറും തന്മയ മാഡവും ഡിവോഴ്സ് ആയെന്ന് കേട്ടല്ലോ, അത് ശരിയാണോ? ഡിവോഴ്സ് ആയിട്ടില്ല, ആവാൻ പോകുന്നതേ ഉള്ളൂ. ഓ റിയലി സോറി സാർ. എന്നാലും പറയാതിരിക്കാൻ വയ്യല്ലോ. സത്യത്തിൽ മാഡത്തിനെ പോലെയുള്ള ആ ഒരു ടൈപ്പ് സ്ത്രീകളൊന്നും സാറിനൊട്ടും മാച്ച് ആകുന്നില്ലെന്നേ. സാറിനതിലും എത്രയോ നല്ല കുട്ടികളെ കിട്ടും. അവരെ പോലെ ഇത്രയും ഈഗോ ഉള്ള ഒരാളായിട്ട്. സോറി, എനിക്ക് പോയിട്ട് കുറച്ച് അർജന്റ് വർക്കുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി മാറ്റേഴ്സിൽ വന്ന് ഇടപെടാൻ ഞാൻ ആർക്കും ഇതുവരെ അധികാരം കൊടുത്തിട്ടില്ല. അങ്ങനെ ഇടപെട്ടവരെയൊന്നും ഞാനിതുവരെ വെറുതെ വിട്ടിട്ടില്ല. സോ മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അപ്പോൾ ശരി, ബൈ. വെറുതെ അല്ല ആ പെണ്ണ് ഇയാളെ ഇട്ടേച്ച് പോയത്. ഇങ്ങനെയുള്ള ഒരു അൺറൊമാൻറ്റിക് മുരടന്റെ കൂടെ എങ്ങനെ ജീവിക്കാനാ? എന്ത് ജാടയാടോ തനിക്ക്. ആഹാ, എന്റെ മോൻ ഇന്ന് ഓഫീസിൽ പോകാൻ റെഡിയായോ? ഈ ലുക്കിൽ നിന്നെ കാണാൻ എന്ത് ഭംഗിയാടാ. ഒരു ഷാറൂഖ് ഖാനെ പോലെയുണ്ട്. ഞാൻ ഇറങ്ങുക. ബ്രേക്ക്ഫാസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് കഴിച്ചോളാം.
എന്തായാലും ബിസിനസ് മീറ്റിംഗ് അല്ലേ, ഫേസ് ചെയ്തേ പറ്റൂ. സാർ തന്മയ മാഡവുമായുള്ള ഡിവോഴ്സ് മാറ്റിവെച്ചതാണോ? സാർ, ഈ പുതിയ പ്രൊജക്റ്റ് വഴി നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോവുകയാണോ സാർ? എല്ലാം മനഃപൂർവ്വമാ. അവൾ തന്നെ പ്ലാൻ ചെയ്ത് മീഡിയക്കാരെ വിളിച്ചു കൂട്ടിയതാ. ഹേയ്, നോ, താങ്ക് യു പ്ലീസ്. എല്ലാവരും ഇരുന്നോളൂ. മാഡം, ഇന്നത്തെ ഈ ഒരു ബിസിനസ് മീറ്റിംഗ് ഗൗതം സാറും മാഡവും തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ കാരണമാകുമോ? എന്താണ് നിങ്ങളുടെ ഒഫീഷ്യൽ റെസ്പോൺസ്? മാഡം പ്ലീസ്, എല്ലാവർക്കും അറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്. എന്താണ് നിങ്ങൾ തമ്മിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിവോഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചത്? എന്താണ് ശരിക്കും നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത് മാഡം? രാഹുൽ, വാട്ട് ഇസ് ദിസ്? ആരാണ് ഈ മീഡിയാസിനെയൊക്കെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത്? നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ നോക്കുന്ന അത്രയും തരം താഴ്ന്നവളല്ല ഞാൻ. എനിക്കിതിൻ്റെ കൃത്യമായ റീസൺ ഇപ്പോൾ തന്നെ വേണം. ജസ്റ്റ് ടെൽ മീ. സോറി മാഡം, എനിക്ക് റിയലി അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചതെന്ന്. ഓഫീസിൽ നിന്നും ആരും ഇത് ലീക്ക് ചെയ്തിട്ടില്ല, ഉറപ്പാ. ഞാൻ ഉടനെ തന്നെ ഇതെന്താണെന്ന് അന്വേഷിക്കാം മാഡം. ഓക്കെ, ലീവ് ഇറ്റ്. അത് ഞാൻ പിന്നെ നോക്കിക്കോളാം. മീറ്റിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? KK ഗ്രൂപ്പ്സിൻ്റെ CEO ദേവ് കൃഷ്ണകുമാർ വന്നിട്ടുണ്ടോ? മാഡം, അതിന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് ദേവ് സാറല്ല. ദെൻ പിന്നെ ആരാ വന്നത്? അച്ഛനാണോ? അത് മാഡം, ഗൗതം സാറാ വന്നിരിക്കുന്നത്. ഗൗതം കൃഷ്ണകുമാർ, മാഡത്തിൻ്റെ ഹസ്ബൻഡ്. വാട്ട്? ഗൗതമോ? രാഹുൽ, നീ എന്താ ഈ പറയുന്നേ? നിനക്ക് നന്നായിട്ടറിയാം ഞാൻ ഗൗതമിൻ്റെ മുഖം പോലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. എന്നിട്ടും നീ എങ്ങനെ അവനെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ അനുവദിച്ചു? വൈ ഡിഡ്ന്റ് യു ഇൻഫോം മീ ഏർലിയർ? അയ്യോ മാഡം, പ്ലീസ് ലിസൺ. എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. KK ഗ്രൂപ്പ്സിൻ്റെ ഭാഗത്തു നിന്നും ലാസ്റ്റ് മിനിറ്റാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടായത്. ഗൗതം സാർ വന്ന് മീറ്റിംഗ് ഹാളിൽ ഇരുന്നപ്പോഴാണ് ഞാനിത് അറിയുന്നത്. അല്ലാതെ മനഃപൂർവ്വം മറച്ചു വെച്ചതല്ല മാഡം. ഐ എം റിയലി സോറി. വലിയൊരു CEO ആണെന്നുള്ള ഭാവമാണ്. ചുറ്റുമുള്ളവരെയൊക്കെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്തി ബഹുമാനിപ്പിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അവളുടെയൊക്കെ ആ ഈഗോ എത്രത്തോളം ഉണ്ടെന്ന്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മീറ്റിംഗ്. നമ്മൾ ഇന്നിവിടെ അസംബിൾ ചെയ്തിരിക്കുന്നത് VK ഗ്രൂപ്പ്സും KK ഗ്രൂപ്പ്സും സംയുക്തമായി ചെയ്യുന്ന പുതിയൊരു മെഗാ റിസോർട്ട് പ്രൊജക്റ്റിൻ്റെ ഫൈനൽ ബ്ലൂ പ്രിൻറ്റ് ഡിസ്കസ് ചെയ്യാനാണ്. ദിസ് ഈസ് വെരി പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റ് ഫോർ ബോത്ത് ഓഫ് us. ഇതിൻ്റെ ടൈം ലൈനും ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തതാണ്. മാഡം, റിസോർട്ടിൻ്റെ ഈസ്റ്റേൺ സൈഡിലുള്ള കൺസ്ട്രക്ഷൻ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ ബഡ്ജറ്റ് കുറച്ചുകൂടി സേവ് ചെയ്യാമെന്ന് തോന്നുന്നു. വാട്ട് യു തിങ്ക്? ഐ ഡോണ്ട് തിങ്ക് സോ. അവിടെ മാറ്റം വരുത്തിയാൽ അത് റിസോർട്ടിൻ്റെ മെയിൻ വ്യൂവിന് തന്നെ ബാധിക്കും. ബഡ്ജറ്റ് ലാഭിക്കാൻ വേണ്ടി ക്വാളിറ്റിയിൽ വീഴ്ച വരുത്താൻ KK ഗ്രൂപ്പ്സ് തയ്യാറല്ല. മാഡത്തിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മിസ്റ്റർ ജയൻ, കൺസ്ട്രക്ഷൻ പ്ലാനിങ്ങിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. നമ്മൾ ആദ്യമേ തീരുമാനിച്ചതുപോലെ തന്നെ മുൻപോട്ട് പോകും. സോ ആ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആണ്. സോ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ സൈറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം.
ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ PA കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. മാഡം, സാർ, എല്ലാ പ്ലാനും വളരെ ക്ലിയർ ആണ്. രണ്ട് കമ്പനികൾക്കും ഇതൊരു വലിയ മൈൽ സ്റ്റോൺ തന്നെയായിരിക്കും. സോ ഈയൊരു നല്ല തുടക്കത്തിന്റെ ഭാഗമായി രണ്ട് കമ്പനികളുടെ സിഇഒമാർ പരസ്പരം ഹാൻഡ്ഷേക്ക് ചെയ്ത് ഈ മീറ്റിംഗ് ഒഫീഷ്യലായി അവസാനിപ്പിക്കാം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. രണ്ട് കമ്പനികളുടെയും സിഇഒമാർ തമ്മിൽ ഹാൻഡ്ഷേക്ക് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷേ KK ഗ്രൂപ്പ്സിന്റെ CEO ആയി എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഗൗതം കൃഷ്ണകുമാർ എന്ന ഈ വ്യക്തി ശരിക്കും ആ കമ്പനിയുടെ CEO അല്ല. അതുകൊണ്ട് തന്നെ എനിക്കിവന് കൈകൊടുക്കാൻ താല്പര്യമില്ല. ഐ ആം സോറി. രാഹുൽ, നീ ഈ ഫയൽസ് ഒക്കെ എടുത്ത് എൻ്റെ ക്യാബിനിൽ കൊണ്ടുപോയി വെക്ക്. ഞാൻ ഈ ലാപ്ടോപ്പ് എടുത്ത് പുറകെ വരാം. ഓക്കെ മാഡം. വിട്, എന്നെ വിട് ഗൗതം. കൈ എടുക്ക് എൻ്റെ ദേഹത്ത് നിന്ന്. എന്താടി, നിനക്ക് എന്നെ തൊടാൻ അത്രയ്ക്ക് ഉറപ്പാണോ? ജസ്റ്റ് ടെൽ മീ, നിനക്ക് എന്നെ അത്രയ്ക്ക് ഉറപ്പാണോന്ന്? എന്നെ കാണുന്നത് പോലും നിനക്ക് അത്ര വലിയ വെറുപ്പാണോടി? അതെ, എനിക്ക് നിന്നെ അറപ്പാ. നിന്നെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ചീ. നിന്റെ ഈ സ്പർശനം പോയിട്ട് നിന്റെ ഈ മുഖം കാണുമ്പോൾ പോലും എനിക്ക് വെറുപ്പാണ് ഗൗതം. വെറും ഒരു വൃത്തികെട്ടവനായി നിന്റെ കൂടെ. ഇപ്പോ പറയടി, നിനക്ക് എന്നെ അറപ്പാണോ? നിന്നെ നിന്നെ എനിക്ക് വെറുപ്പാണ് ഗൗതം. നിന്റെ മുഖം പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല. ഐ ഹേറ്റ് യു സോ മച്ച്. ബ്ലഡി ഫക്കിംഗ് ഹേറ്റ് യു. ഐ നോ തന്മയ, നിനക്കെന്നെ വെറുപ്പാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തിൻ്റെ പേരിലാ നീ എന്നെ ഇത്രയധികം വെറുക്കുന്നത്? അതെനിക്ക് കൃത്യമായി അറിയണം. ജസ്റ്റ് ടെൽ മീ, വൈ ദ ഫക്കിംഗ് ഡു യു ഹേറ്റ് മീ സോ മച്ച്? പറയടി. മാറി നിൽക്ക് എൻ്റെ മുന്നിൽ നിന്ന്. ഇതിന് മറുപടി പറയാതെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല. എന്നെ വേണ്ടാന്ന് വെച്ച് നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മാത്രം ഞാൻ എന്ത് തെറ്റടി ചെയ്തത്? അതോ നിനക്കെന്നെ മടുത്തോ? കുറേ കാലം എൻ്റെ കൂടെ കിടന്ന് മടുത്തപ്പോൾ വേറെ വല്ലവൻ്റെയും കൂടെ പോകാൻ നീ ഉണ്ടാക്കിയ നാടകമല്ലേടി ഇതെല്ലാം? ജസ്റ്റ് ടെൽ മീ ദ ട്രൂത്ത്. ഗൗതം, സൂക്ഷിച്ച് സംസാരിക്കണം. നിനക്ക് നാവനില്ലില്ലാന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് നീ കരുതരുത്. ദെൻ വാട്ട്? നീ എന്തിനാ എന്നെ ഇട്ടേച്ചു പോയത്? നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അന്ന് രാവിലെ പോലും നമുക്കിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം എന്നെ വേണ്ടാന്ന് പറഞ്ഞ് നീ പോയപ്പോൾ എന്തിനാണെന്നോ ഏതിനാണെന്നോ അറിയാതെ ഞാൻ അനുഭവിച്ച നരകം വല്ലതും നിനക്കറിയാമോ തന്മയ? ഐ ഹാവ് നെവർ ഫോർഗോട്ടൻ യു. ഞാനിതുവരെ നിന്നെ മറന്നൊന്നും ചെയ്തിട്ടില്ല. നീ എന്താ എന്നെ ഒന്ന് വിശ്വസിക്കാത്തത്? ഗൗതം പ്ലീസ്, എനിക്കതിനെക്കുറിച്ച് ഇനി ഒന്നും സംസാരിക്കാനില്ല. സ്വന്തം ഭർത്താവ് വേറൊരുത്തിയുടെ കൂടെ കിടക്ക പങ്കിടുന്നത് നേരിട്ട് കാണേണ്ടി വന്ന ഏതൊരു ഭാര്യയും ഇതേ ചെയ്യൂ. നിനക്കെന്നോട് ഇത്രേ വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ അല്ലേടി? പാതി വഴിയിൽ എന്നെ ഇങ്ങനെ ഇട്ടേച്ചു പോകാനായിരുന്നെങ്കിൽ നീ എന്തിനാടി എൻ്റെ പിന്നാലെ നടന്ന് എന്നെ സ്നേഹിച്ചത്? നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന അവസ്ഥയിലേക്ക് എന്നെ മാറ്റിയത് എന്തിനാ? ഞാൻ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞതല്ലേ ഇത് ശരിയാവില്ലാന്ന്, എന്നെ സ്നേഹിക്കരുതെന്ന്. പക്ഷേ നീയാണ് എൻ്റെ പുറകെ നടന്ന് എന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ചത്. എന്നിട്ടിപ്പോൾ എന്നെ ഇങ്ങനെ ജീവനോടെ കൊല്ലുന്നത് എന്തിനാ തന്മയ? വൈ ആർ യു ഡൂയിങ് ദിസ് ടു മീ? മാറി നിൽക്ക്, എനിക്ക് പോണം. നീ എങ്ങോട്ടും പോകുന്നില്ല. എൻ്റെ കൈ വിട് ഗൗതം. നീ ഇതെന്ത് കണ്ടിട്ടാ എൻ്റെ മേൽ ഇത്ര അധികാരം കാണിക്കുന്നത്? എന്നെ ഇങ്ങനെ തൊടാനും തടയാനും നിനക്ക് എന്താ അവകാശം? ഹൂ ആർ യു ടച്ച് ടു മീ? ഇതിന് മാത്രം ഞാൻ നിന്റെ ആരാ? ഭാര്യ. നീ എൻ്റെ ഭാര്യയാടി, ഞാൻ നിന്റെ ഭർത്താവും. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി കണ്ടില്ലേ? നീ ഇത് അഴിച്ചു മാറ്റാത്തിടത്തോളം കാലം നീ എൻ്റെ ഭാര്യയാണ്, ഞാൻ നിന്റെ ഭർത്താവും. യു കാൺട്ട് ഡിനി ദാറ്റ്.
അന്ന് ആ കോടതിയിൽ വെച്ച് നിന്റെ കള്ളക്കണ്ണീര് കണ്ട് ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാതിരുന്നതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അന്ന് ഞാൻ അതിൽ സൈൻ ചെയ്തിരുന്നെങ്കിൽ നീ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ അധികാരം കാണിക്കില്ലായിരുന്നു ഗൗതം. യു വുഡ്ന്റ് ഹാവ് ദിസ് റൈറ്റ് ഓൺ മീ. അതിന് നീ മാത്രം ഒപ്പിട്ടാൽ പോരല്ലോ തന്മയാ, എൻ്റെ ഒപ്പും കൂടി അതിൽ വേണ്ടേ? ഈ ഗൗതം ജീവനോടെ ഉള്ളിടത്തോളം കാലം ഞാൻ ആ പേപ്പറിൽ ഒപ്പിടില്ല. എനിക്ക് നിന്നെ വേണ്ടാന്നും എനിക്ക് നിന്നെ അറപ്പാണെന്ന് പറഞ്ഞിട്ടും വെറുപ്പാണെന്ന് പറഞ്ഞിട്ടും നിനക്ക് വീണ്ടും എൻ്റെ പുറകെ വരാൻ തോന്നുന്നത് എന്തിനാ? വൈ ആർ യു ഡൂയിങ് ദിസ് ടു മീ? എന്തിനാ നീ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്യുന്നത്? കാരണം ഐ ലവ് യു തന്മയ. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട്, ഒരു കാലത്ത് എൻ്റെ ജീവനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചതുകൊണ്ട്, ആ സ്നേഹത്തിൽ ഒരു തരി പോലും ഇപ്പോഴും കുറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് നിന്നെ വേണം തന്മയ. ഐ ജസ്റ്റ് കാൻ ലീവ് വിതൗട്ട് യു. എന്നെ കൊണ്ട് പറ്റുന്നില്ലടി. ഇല്ല ഗൗതം, അതിനി ശരിയാവില്ല. നീ എന്നെ വിട്. പിന്നെ എന്തിനാടി നീ ഈ താലി ഇപ്പോഴും കഴുത്തിലിട്ട് നടക്കുന്നത്? ഇത് ഞാൻ കെട്ടിയ താലിയല്ലേ തന്മയ? നിനക്കെന്നെ അത്രയ്ക്കും അറപ്പാണെങ്കിൽ ജസ്റ്റ് ത്രോ ഇറ്റ് അവേ. അത് അറുത്തെറിഞ്ഞുകൂടെ നിനക്ക്? ഇത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഗൗതം, എൻ്റെ സംസ്കാരത്തോടും ഈ താലിയോടുമുള്ള ബഹുമാനം കൊണ്ടാണ്. അതൊന്നും നിന്നെപ്പോലെയുള്ള ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇഷ്ടമുള്ളപ്പോൾ ഊരിവെക്കാനും അല്ലാത്തപ്പോൾ ധരിക്കാനും പറ്റുന്ന വെറുമൊരു ഓർണമെൻ്റ് അല്ല, അതിനൊരു പവിത്രതയുണ്ട്. നിന്നെപ്പോലെ താലി കെട്ടിയ ഭാര്യ വീട്ടിലിരിക്കുമ്പോൾ വേറെ ഒരു പെണ്ണിൻ്റെ കൂടെ സുഖം തേടിപ്പോയ നിനക്കൊന്നും ഇത് മനസ്സിലാകില്ല ഗൗതം. യു നെവർ ഗോട്ട് ദിസ്. വേണ്ട വേണ്ടാന്ന് കരുതുമ്പോൾ നീ ഇത് ചോദിച്ചു വാങ്ങിയതാ. നിനക്കെന്നെ വേണ്ട, അതങ്ങ് പറഞ്ഞാൽ മതിയില്ലേ? അല്ലാതെ ഇല്ലാത്ത ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കി എന്നെ ഇങ്ങനെ കുറ്റക്കാരനാക്കരുത്. നിനക്ക് ഡിവോഴ്സ് അല്ലേ വേണ്ടത്? ഞാൻ ഇപ്പോൾ തന്നെ സൈൻ ചെയ്യാം. മടുത്തു എനിക്ക്. ഇനി നിന്റെ പുറകെ നടക്കാൻ എന്നെ കിട്ടില്ല. എല്ലാം മതിയായി. ഇനിയൊന്നും വേണ്ട. ഗൗതം സാർ, മീറ്റിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് PK ഗ്രൂപ്പ്സുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറിയോ? തന്മയ മാഡവുമായി ഒരു ഒത്തുതീർപ്പിന് KK ഗ്രൂപ്പ്സ് തയ്യാറായോ സാർ? Just move back everyone. Bloody fucking. മാഡം വിളിച്ചിരുന്നോ? യാ, താഴെ ഇപ്പോഴും ആ മീഡിയക്കാരുണ്ടല്ലേ? അതെ മാഡം. സെക്യൂരിറ്റിക്കാർ എത്രയൊക്കെ ആവശ്യപ്പെട്ടിട്ടും അവരവിടെ നിന്ന് മാറുന്നില്ല. ഗേറ്റിന് മുന്നിൽ തന്നെ തമ്പടിച്ചിരിക്കുക. സാരമില്ല, അവർക്ക് കിട്ടേണ്ട ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ തന്നെ തനിയെ പോയിക്കോളും. മാഡം പ്ലീസ്, ഇപ്പോൾ താഴേക്ക് പോകരുത്. പുറത്ത് മീഡിയക്കാർ വലിയ ബഹളത്തില. ഗൗതം സാർ അത്രയും ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് തന്നെ അവർ കൂടുതൽ അഗ്രസീവാണ്. ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഒട്ടും സേഫ് അല്ല മാഡം. ഇറ്റ്സ് ഓക്കെ രാഹുൽ, എനിക്കാരെയും പേടിയില്ല. അതുകൊണ്ട് തന്നെ ആരെയും ഭയം ഒളിച്ചിരിക്കാനും കഴിയില്ല. ജസ്റ്റ് വാണ്ട് ടു ഫേസ് ദം. എനിക്ക് അവരെ ഫേസ് ചെയ്തേ പറ്റൂ. തന്മയ മാഡം, ഗൗതം സാർ നല്ല ആക്രോശത്തിലാണ് ഇവിടെ നിന്ന് പോയത്. മീറ്റിംഗിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് കേസ് ഇപ്പോൾ ഏത് ഘട്ടത്തിലാണുള്ളത് മാഡം? പരസ്പരം സംസാരിച്ചു തീർക്കാൻ കഴിയില്ലേ? KK ഗ്രൂപ്പ്സുമായിട്ടുള്ള ഈ ബിസിനസ് പ്രോജക്റ്റ് നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം മുടങ്ങാൻ സാധ്യതയുണ്ടോ മാഡം? പ്ലീസ് എവ്രിവൺ ജസ്റ്റ് കാം ഡൗൺ. എല്ലാവരും കൂടി ഒരുമിച്ച് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ മറുപടി തരാൻ കഴിയും? ഞാൻ നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ആൻസർ തരാം. ഓരോരുത്തരായി ചോദിക്കൂ. മാഡം, KK ഗ്രൂപ്പ്സിന്റെ പ്രതിനിധിയായിട്ടാണ് ഗൗതം സാർ ഇന്നിവിടെ വന്നത്. നിങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഈ പ്രൊജക്ടിനെ ബാധിക്കുമോ?
ഈ ബിസിനസ് റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് മാഡത്തിന്റെ തീരുമാനം? ലുക്ക് മിസ്റ്റർ, പേഴ്സണൽ ലൈഫും ബിസിനസ് ലൈഫും രണ്ടും രണ്ടാണ്. അത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഗൗതമിനോട് മാത്രമാണ് പ്രശ്നങ്ങളുള്ളത്. അല്ലാതെ കെ ഗ്രൂപ്പ്സിനോടോ ഗൗതമിന്റെ ഫാമിലിയോടോ എനിക്ക് യാതൊരു ദേഷ്യവുമില്ല. സോ കെ ഗ്രൂപ്പ്സുമായിട്ടുള്ള ബിസിനസ് പ്രൊജക്ട് വളരെ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകും. അതിലാർക്കും യാതൊരു സംശയവും വേണ്ട. മാഡം, അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് കേസ് എന്തായി മാഡം? നിയമപരമായി നിങ്ങൾ വേർപിരിഞ്ഞു മാഡം? ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഇതുവരെ ഫൈനൽ ഡിസിഷൻ ഒന്നും ആയിട്ടില്ല. കാര്യങ്ങൾ ലീഗലായി തന്നെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ അതിന്റെ കൃത്യമായ ഒരു തീരുമാനം പുറത്തു വരുന്നതായിരിക്കും. തൽക്കാലം എനിക്കിത്രയേ പറയാനുള്ളൂ. മാഡം, ഒരൊറ്റ ചോദ്യം കൂടി. മാഡത്തിന്റെ അച്ഛൻ പ്രകാശ് സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിശ്വനാഥൻ സാറിന്റെ മകൻ കാർത്തിക്കുമായി മാഡത്തിന്റെ വിവാഹം ഉറപ്പിച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. ഗൗതം സാറുമായിട്ടുള്ള ഡിവോഴ്സ് വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് കാർത്തികിന്റെ പേര് കേൾക്കുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് മാഡം? കാർത്തിക് എന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകനാണ്. അതിലുപരി എന്റെ നല്ലൊരു ഫ്രണ്ടും. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ഗോസിപ്പിൽ യാതൊരു സത്യവുമില്ല. ഒരു ഡിവോഴ്സ് കേസ് നടക്കുമ്പോൾ അതിന്റെ പുറകെ ഇങ്ങനെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പബ്ലിസിറ്റി നേടാൻ നോക്കരുത്. സോ പ്ലീസ് സ്റ്റോപ്പ് ദ റൂമേഴ്സ്. ഐ തിങ്ക് ഐ ഹാവ് ആൻസർഡ് എവറിത്തിങ്. പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താങ്ക് യു. മാഡം, ഒരൊറ്റ ചോദ്യം കൂടി. 1 മിനിറ്റ് മാഡം. ആ അച്ഛാ, എന്താ ഇങ്ങോട്ട്? ഏയ് ഒന്നുമില്ലടാ, വെറുതെ ഒന്ന് വന്നതാ. നീ എന്താ ഇത്രയും നേരമായിട്ട് കിടക്കാഞ്ഞേ? അത് സമയമായില്ലല്ലോ അച്ഛാ, 10 മണിയല്ലേ ആയിട്ടുള്ളൂ. ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു? മീറ്റിംഗ് എല്ലാം നന്നായി തന്നെ നടന്നു. പക്ഷേ അച്ഛനും ഏട്ടനും വിചാരിച്ചതുപോലെയൊന്നും നടന്നില്ല. ഗൗതം, ഞാൻ വേണമെങ്കിൽ മോളോടൊന്ന് നേരിട്ട് പോയി സംസാരിക്കണോ? എന്തിനാ അച്ഛാ? വേണ്ട, അതൊന്നും വേണ്ട. അവൾക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വെറുതെ പുറകെ നടക്കുന്നേ? അച്ഛാ, കുറച്ചു മുൻപ് ഏട്ടൻ ഇവിടെ നിന്ന് പോകുന്നത് കണ്ടല്ലോ. എങ്ങോട്ടാ പോയത്? അവന് മീരെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അവളാണെങ്കിൽ സുഖമില്ലാതെ വീട്ടിൽ പോയിരിക്കുവല്ലേ. അവളെ കൂട്ടിക്കൊണ്ടു വരാൻ പോയതവൻ. ഞാൻ അവനോട് പലവട്ടം പറഞ്ഞതാ, ഈ സമയത്ത് പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിലിരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എന്ന്. പക്ഷെ അവനത് കേൾക്കണ്ടേ. അവനിതുപോലെ കാണാൻ തോന്നിയാൽ പോയി കൊണ്ടുവരാം. പക്ഷെ എനിക്ക് മാത്രം എന്താ അച്ഛാ ഇങ്ങനെ? മോനെ, സമയം ഒരുപാടായി. അച്ഛൻ പോയി കിടന്നോ. മോനെ, നീ വിഷമിക്കണ്ടടാ, എല്ലാം ശരിയാകും. അച്ഛാ, എന്താടാ? അമ്മയോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയുവോ? മോനെ ഗൗതം, എന്താ മോനെ ഇത്? എന്താ എൻ്റെ മോന് പറ്റിയത്? എനിക്ക് പറ്റുന്നില്ല അമ്മ. അവൾക്ക് എന്നെ വേണ്ടാന്ന്. എന്നെ കാണുന്നത് പോലും അവൾ കറുപ്പാണെന്ന്. നീ വിഷമിക്കാതെടാ. എൻ്റെ മോൻ ഇങ്ങനെ കരയല്ലേ. എല്ലാം നമുക്ക് ശരിയാക്കാം. അമ്മ, എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. പക്ഷെ അമ്മയ്ക്ക് എന്നെ സംശയമുണ്ടോ? ഞാൻ അവളല്ലാതെ വേറൊരു പെണ്ണിന്റെ കൂടെ? എന്തൊക്കെയാ മോനെ ഈ പറയുന്നത്? എൻ്റെ മോൻ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ പ്രസവിച്ച് വളർത്തിയ അമ്മയാ ഞാൻ. എൻ്റെ മോൻ ഇങ്ങനെ ഒരു തെറ്റൊരിക്കലും ചെയ്യില്ല എന്ന് അമ്മയ്ക്ക് വിശ്വാസമുണ്ട്.
നീ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് എന്നെ വിശ്വാസമാ. അച്ഛനും ഏട്ടനും ഏട്ടത്തിക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്നെ വിശ്വാസമാ. പിന്നെ അവൾക്ക് മാത്രം എന്താ അമ്മേ എന്നെ വിശ്വാസം ഇല്ലാത്തത്? എന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചിട്ടും എന്റെ സ്നേഹം മുഴുവൻ അറിഞ്ഞിട്ടും അവൾക്ക് മാത്രം എന്താ എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തത്? ഞാൻ എത്ര വട്ടം പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്ന്. പക്ഷേ അവൾ എന്താ അമ്മേ എന്നെ വിശ്വസിക്കാത്തത്? അവൾ കണ്ടത് മാത്രമാണ് സത്യമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്തിനാ അമ്മേ? എന്തിനാ എന്നെ ഇങ്ങനെ ജീവനോടെ കൊല്ലുന്നത്? മോനെ, ചില സാഹചര്യങ്ങൾ അങ്ങനെയാ. അവള് കണ്ട കാഴ്ച അവളെ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും. അവളുടെ ഭാഗത്തു നിന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. കുറച്ച് സമയം എടുക്കുമായിരിക്കും. എന്നെങ്കിലും ഒരിക്കൽ അവൾ സത്യമെല്ലാം അറിയും. നീ ഇങ്ങനെ തളർന്നു പോയാൽ എങ്ങനെയാ മോനെ? ഇല്ലമ്മേ, ഇതൊരിക്കലും ശരിയാവില്ല. അവൾ എന്നെ വിശ്വസിക്കില്ല. എന്നെ അവൾക്ക് മടുത്തു. അവൾ കണ്ടത് മാത്രം സത്യമാണെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്തിനാ? അമ്മേ, എനിക്ക് വയ്യ. എന്റെ നെഞ്ചൊക്കെ പൊട്ടുന്നത് പോലെ തോന്നുന്നു. മോനെ, എന്തു പറ്റിയടാ? അമ്മ പേടിപ്പിക്കല്ലേ. എനിക്ക് മോനെ, എന്താടാ? അയ്യോ മോനെ, കണ്ണു തുറക്ക് മോനെ. കൃഷ്ണേട്ടാ, ഒന്ന് ഓടിവാ. എന്റെ മോൻ. അമ്മ, എന്തു പറ്റി ഗൗതമിന്? ഡാ ഗൗതം, കണ്ണു തുറക്ക്. ഏട്ടനാ വിളിക്കുന്നത്. മാലതി, എന്താ ഉണ്ടായത്? അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു കൃഷ്ണേട്ട. പെട്ടെന്ന് നെഞ്ചു വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ബോധം കെട്ട് വീണു. എനിക്ക് പേടിയാകുന്നു കൃഷ്ണേട്ട. മോനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അമ്മേ, കരയാതിരിക്കെ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാം. അച്ഛ, വണ്ടിയുടെ കീ എടുക്ക്. ഡോക്ടർ, എന്റെ മോനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? പേഷ്യന്റ് ഇപ്പോൾ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ്. ബോധം തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര നല്ല നിലയിലല്ല. എന്താ ഡോക്ടർ, എന്താ എന്റെ മോന് പറ്റിയത്? വല്ലാത്തൊരു മെന്റൽ സ്ട്രെസ് ആണ് അയാൾക്ക്. മനസ്സിനെ അലട്ടുന്ന എന്തോ വലിയൊരു സങ്കടം ഉള്ളിലൊതുക്കി ജീവിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതിന്റെ കൂടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബോഡിയിലേക്ക് കൃത്യമായിട്ട് ഫുഡൊന്നും ചെന്നിട്ടില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി, ഈ അടുത്ത കാലത്തായിട്ട് കണക്കിലധികം ആൽക്കഹോളും ആളുടെ ശരീരത്തിൽ ചെന്നിട്ടുണ്ടെന്ന്. ഈ വക കാരണങ്ങൾ കൊണ്ടാണ് ബോഡി പെട്ടെന്ന് കൊളാപ്സായി തലകറങ്ങി വീണത്. ഇനിയിപ്പോ മെഡിസിൻ തന്നിട്ടുണ്ട്. പക്ഷേ ശാരീരികമായ മാറ്റങ്ങളെക്കാൾ ഇപ്പോൾ ആവശ്യം മാനസികമായ ഒരു സമാധാനമാണ്. പ്ലീസ് ടേക്ക് കെയർ. ദേവേട്ട, പ്ലീസ് ഒന്ന് കൂളാവ്. അല്ലെങ്കിൽ അച്ഛനും അമ്മയും വല്ലാതെ തളർന്നിരിക്കുക. ഈ സമയത്ത് ഏട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെയാ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മീനു? എന്റെ അനിയനാ അകത്ത് കിടക്കുന്നത്. അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണോ അവൻ ആ പെണ്ണിനോടുള്ള പ്രണയം തെളിയിക്കേണ്ടത്? നീ ഇവിടെ ഇരിക്ക്, അധികം നടക്കണ്ട. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കൂളാകും മനുഷ്യ. അവനിപ്പോ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പ്ലീസ് ഒന്ന് വിഷമിക്കാതിരിക്കു ദേവേട്ട. മോനെ, ഇപ്പൊ എങ്ങനെയുണ്ടടാ? എവിടെയെങ്കിലും വേദനിക്കുന്നുണ്ടോ എന്റെ മോന്? എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല അമ്മേ. വെറുതെ ഒരു തലകറക്കം. അതിന് നിങ്ങൾ എന്തിനാ എന്നെ വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ ഞങ്ങളെ ശരിക്കും പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. കുറച്ച് ദിവസങ്ങളായിട്ട് നീ കൃത്യമായിട്ട് ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എന്തിനാടാ നീ ഈ ശരീരത്തോട് ഇത്രയും ദ്രോഹം ചെയ്യുന്നത്? ആരോടാ നിന്റെ ഈ വാശി? അതൊക്കെ ഇനി ഞാൻ കഴിച്ചോളാം അച്ഛാ. നിങ്ങളെ വിഷമിക്കാതിരിക്കുക.
ദേവേട്ടനും മീരയും പുറത്തുണ്ടോ? അവര് രണ്ടാളും പുറത്തുണ്ട്. എന്റെ മോനിപ്പോൾ ഒന്നിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നന്നായിട്ടൊന്ന് ഉറങ്ങാൻ നോക്ക്. മോന്റെ കൂടെ അച്ഛനും അമ്മയും ഇവിടെ തന്നെയുണ്ട്. അച്ഛാ, അമ്മേ, ഞാൻ ഇറങ്ങുവാ. ഹാ ശരി മോളെ, വണ്ടി സൂക്ഷിച്ച് ഓടിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ശരി അച്ഛാ, വരാൻ വൈകുവാണെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് രാഹുൽ. ഇന്നലത്തെ ഇഷ്യൂസിന് ശേഷം നമ്മുടെ ഷെയർ മാർക്കറ്റിൽ വല്ല ഡ്രോപ്സും ഉണ്ടായോ? വാട്ട്സ് ദ അപ്ഡേറ്റ്? നോ മാം, ആക്ച്വലി എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ. നമ്മുടെ PR ടീം ഇന്നലെ പ്രസ് മീറ്റിംഗ് വളരെ നന്നായി ഹാൻഡിൽ ചെയ്തു. സോ ഇൻവെസ്റ്റേഴ്സ് ആരും പാനിക് ആയിട്ടില്ല. പക്ഷേ KK ഗ്രൂപ്പ്സിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലത്തെ മീറ്റിംഗിന്റെ ഒരു ഡീറ്റെയിൽസും വന്നിട്ടില്ല. ദാറ്റ്സ് ഫൈൻ. വി ഡോണ്ട് നീഡ് ടു പുഷ് ദം റൈറ്റ് നൗ. അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബൈ ദ വേ, സെൻട്രൽ മിനിസ്ട്രിയുടെ ആ പുതിയ ടെൻഡർ ഫയൽ റെഡിയായോ? യെസ് മാം, എവറിത്തിങ് ഈസ് റെഡി. ഈ ഫയലിൽ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. ഗുഡ് മോർണിംഗ് മിസ്സസ് തന്മയ പ്രകാശ്. ഇന്നലത്തെ മീറ്റിങ്ങിന് എനിക്ക് വരാൻ പറ്റിയില്ല. അതാ പ്രൊജക്ടിന്റെ ഡിസൈൻ അയക്കാൻ കുറച്ച് ലേറ്റ് ആയത്. ഞാനിപ്പോൾ അത് മെയിൽ അയച്ചിട്ടുണ്ട്. ഓ, രാഹുൽ ഇപ്പോൾ എന്നോട് അത് പറഞ്ഞതേ ഉള്ളൂ. KK ഗ്രൂപ്പ്സിന്റെ പ്രൊജക്ട് മെയിലൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്ന്. അത് കുഴപ്പമില്ല ദേവേട്ട. ദേവേട്ട, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ആർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? വീട്ടിലിപ്പോ അത്ര വലിയ സുഖത്തിലല്ല. എല്ലാവരും ഇപ്പോൾ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? ആർക്കാ സുഖമില്ലാത്തത്? മീര ചേച്ചിക്ക് എന്തെങ്കിലും? മീരയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവൾ ഓക്കെയാണ്. ഗൗതമിനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവൻ ഇന്നലെ രാത്രി പെട്ടെന്നൊന്ന് ബോധം കെട്ട് വീണു. ഗൗതം? അവൻ എന്താ പറ്റിയത്? എനിക്കറിയില്ല തന്മയ. അവൻ സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണോ നിന്നോടുള്ള പ്രണയം തെളിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നീ അവനെ അത്രയ്ക്ക് ഒറ്റപ്പെടുത്തി കളഞ്ഞില്ലേ? ഇന്നലെ രാത്രി അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. മെന്റൽ സ്ട്രെസ് താങ്ങാൻ പറ്റാതെയാ അവൻ തല കറങ്ങി വീണത്. ഇപ്പോ സിറ്റി ഹോസ്പിറ്റലിൽ ICUവിലാണ്. ഡോക്ടർ പറഞ്ഞത് അവനിപ്പോ വല്ലാതെ ഡിപ്രസ്ഡ് ആണെന്നാ. എന്തോ വലിയ സങ്കടം ഉള്ളിലൊതുക്കി ജീവിക്കുന്നത് പോലെയാ. കൂടെ തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അവൻ കൃത്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതിന്റെ കൂടെ ആൽക്കഹോളും കണക്കിലധികം അവന്റെ ശരീരത്തിൽ ചെന്നിട്ടുണ്ട്. ഈ വക കാരണങ്ങൾ കൊണ്ടാണ് ബോഡി പെട്ടെന്ന് കൊളാപ്സ് ആയത്. അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടേണ്ട കാര്യം എന്താ ദേവേട്ട? അവൻ ഈ വക ശീലങ്ങളൊന്നും ഇല്ലായിരുന്നു. സ്വന്തം ശരീരത്തോട് ഇങ്ങനെ ദ്രോഹം ചെയ്യാൻ അവനെന്താ ഭ്രാന്താണോ? ഇത്രയും നാളും ഇല്ലാത്ത ശീലങ്ങളൊക്കെ അവനിപ്പോൾ എന്തിനാ ഇതൊക്കെ തുടങ്ങുന്നേ? അവന് ഭ്രാന്തല്ല തന്മയ. നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ നരകിക്കുന്നത്. നീ അവനെ വിശ്വസിക്കാത്തതിന്റെ ആ ഒരു വേദനയാ അവനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. നിനക്കവനെ വേണ്ടെങ്കിൽ വേണ്ട തന്മയ. പക്ഷേ അവനെ ഇനി ഇതുപോലിട്ട് ദ്രോഹിക്കരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. ദേവേട്ട, എനിക്ക് ഗൗതമിനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്തിനാ? അവനിപ്പോ ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും ആ ഹോസ്പിറ്റൽ ബെഡിലേക്ക് തള്ളിവിടാനാണോ നീ അവനെ കാണാൻ വരുന്നേ? അവനിപ്പോ വീട്ടിലുണ്ട് തന്മയ. നിനക്കവനെ കാണണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ
ഈവനിങ് വീട്ടിലേക്ക് വാ. ഇപ്പോഴും അത് നിന്റെ കൂടെ വീടാ. നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും ഞങ്ങളാരും നിന്നെ ആ വീട്ടിലെ കുട്ടി അല്ലാതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. നിനക്ക് എപ്പോൾ വരണമെന്ന് തോന്നിയാലും വരാം. ഗൗതം, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? തന്മയ, മോളെ നീ വന്നോ? ഞങ്ങളിപ്പോ നിന്നെക്കുറിച്ച് സംസാരിച്ചതേയുള്ളൂ. അമ്മേ, ഗൗതം അവനിപ്പോ എങ്ങനെയുണ്ട്? അവനിപ്പോ കുഴപ്പങ്ങളൊന്നുമില്ല മോളെ. മുകളിൽ റൂമിലുണ്ട്. ഡോക്ടർ കുറച്ച് ദിവസം നന്നായി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക. മോള് വരുമെന്ന് ദേവ് പറഞ്ഞിരുന്നു. മോളെ, നീ അവനെ കാണാൻ ചെന്നോ? പക്ഷേ ഒരൊറ്റ കാര്യം മാത്രമേ ഈ അമ്മയ്ക്ക് പറയാനുള്ളൂ. മോൾ ഇനി അവനെ ഒന്നും പറഞ്ഞിടങ്ങേറാക്കരുത്. ഉള്ളിൽ ഒരുപാട് സങ്കടം വെച്ച എൻ്റെ മോനെ കിടപ്പ് കിടന്നത്. ഇനി എന്തെങ്കിലും പറഞ്ഞ് അവനെ വിഷമിപ്പിക്കരുത് മോളെ. ഈ അമ്മയ്ക്ക് അത് കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല. ഗൗതം, തനു,